ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1, ശ്ലോക 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമദം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലം അപിയശോ നിസ്പൃഹൈഃ ച ഉപഗീതം. അംഗാസംഗാ സദാ ശ്രീഃ അഖിലവിദ് അസിന ക്വാപി തേ സംഗപരാർത്താ തത്വാദാകാരവാസിൻ മുരഹര ഭഗവത ശബ്ദമുഖ്യ ആശ്രയഃ അസി. ഐശ്വര്യം, ഈശ്വരന്റെ ഭാവം, സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം. ശങ്കര, പരമശിവന്റെ വേറൊരു നാമം. ഈശ്വര, മറ്റു ഈശ്വരന്മാർ. വിനിയമനം, സ്ഥാനം നിയമിക്കുന്നത്. വിശ്വ, ലോകം. തേജോ, തേജസ്സോട് കൂടിയത്. ഹരാണാം, ഹരിക്കുന്നത്. തേജസംഹാരി, തേജസ്സിനെ ഹരിക്കുന്നത്, തേജസ്സിനെ നശിപ്പിക്കുന്നത്. വീര്യം, ദിവ്യപ്രഭ, ഭഗവാന്റെ വീരത. വിമലം, പരിപാവനം, പവിത്രമായിട്ടുള്ളത്. അപി, ഇപ്പോൾ. യശോ, യശസ്സും കീർത്തിയും. നിസ്പൃഹൈഹി, ഒന്നിലും ആഗ്രഹം ഇല്ലാത്തവരായിട്ടുള്ള യോഗിമാർ പോലെയുള്ളവർ. ച, അവരാൽ. ഉപഗീതം, പുകഴ്ത്തപ്പെട്ടത്, അവരാൽ കീർത്തിക്കപ്പെട്ടത്. അംഗ, സംഘം, ഭഗവാന്റെ അംഗങ്ങളിൽ താല്പര്യം കാട്ടുന്നത്, ഭഗവാന്റെ മൂർത്തിയെ ഏറ്റവും അധികം രസിക്കുന്നത്. സദാ, എപ്പോഴും. ശ്രീഹി, ലക്ഷ്മി ദേവി. അഖില, ഉലകം. വിദ്, എല്ലാം. അസി, അറിയുന്ന ആൾക്കാർ. ന, ഇല്ലാത്തത്. ക്വാപി, കേട്ടിട്ട്. തേ, ഭഗവാന്. സംഘവാർത്ത, സംബന്ധം ഉള്ളതാക്കി. തത്, ഭഗവാന്റെ. വാദാകാരവാസിൻ, ഗുരുവായൂരപ്പ. മുരഹര, മുരനെ ഹരിച്ചവനായിട്ടുള്ളത്. ഭഗവത്, ഭഗവാന്റെ. ശബ്ദ, നാദം, ശബ്ദം. മുഖ്യ, പ്രധാനമായിട്ടുള്ളത്. ആശ്രയഃ, അർത്ഥം, ആശ്രയിച്ചിരിക്കുന്നത്. അസി, ഭഗവാനാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസി ന ക്വാപി തേ സംഗവാർത്താം തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭഗവാന്റെ എല്ലാ ഐശ്വര്യ സമൃദ്ധിയും തന്നിരിക്കുന്നത് അവരുടെ ഭക്തന്മാരുടെ മനസ്സിലാണ്. മറ്റ് ദേവന്മാരായ പരമശിവൻ പോലുള്ള മറ്റ് ദേവന്മാർ അവരുടെ സ്ഥാനത്തെ നിയമിക്കുന്നതും സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ലോകത്തിന്റെ തേജസ് കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുമാത്രവുമല്ല, ഭഗവാൻ എങ്ങനെയാണോ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിങ്ങനെ 3 കർമ്മങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്, ആ സൃഷ്ടിയുടെ ആ ഒരു സ്ഥാനം ബ്രഹ്മാവിനും, ആ ഹരിക്കുന്നതിന്റെ ആ സ്ഥാനം പരമശിവനും ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ തേജസ്സിനെ തന്നെ ഹരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തി ഇനിയും വരാനില്ല. അത് ഒരിക്കലും ഉണ്ടാവുകയും ഇല്ല. ആ ഒരു ദിവ്യപ്രഭ, അത് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം രസിക്കാൻ സാധിക്കുന്നതാണ്. ഭഗവാന്റെ യശസ്,
എങ്ങനെയാണോ അത്രയും പ്രസിദ്ധമായിരിക്കുന്നത്, അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരുടെ കീർത്തിയും എല്ലായിടത്തും പരക്കുന്നതാണ്. ഒന്നിലും ആഗ്രഹമില്ലാത്ത യോഗികളാണ് ഭഗവാനെ പൂർണ്ണമായി ഭക്തിയിലൂടെ രസിക്കുന്നത്. അങ്ങനെയുള്ള യോഗിമാരാൽ പുകഴ്ത്തപ്പെട്ട ആ ഗുരുവായൂരപ്പൻ ആ ഭഗവാന്റെ അംഗങ്ങളെ താല്പര്യം കൊണ്ട് തന്നെ ഓരോ വിവരണവും അവരുടെ മനസ്സിന്റെ ആ ഒരു അന്തര്യാമത്തിൽ നിന്നും വരുന്നത് കൊണ്ട് അവർക്ക് എപ്പോഴും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാകും. അതിന് ആ ഭക്തന്മാർ ഭഗവാൻ ഗുരുവായൂരപ്പനെ തന്നെ ഭക്തിയായി ഭജിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയെ വേറൊരു രീതിയിൽ ഭജിക്കണം എന്ന് തന്നെയല്ല, ഗുരുവായൂരപ്പന്റെ കൂടെ തന്നെ ലക്ഷ്മി ദേവിയും അവർക്ക് അനുഗ്രഹമായി തരുന്നു. കാരണം ലക്ഷ്മി ദേവി ഭഗവാന്റെ കൂടെ തന്നെ ഭഗവാന്റെ അന്തര്യാമത്തിൽ ഉള്ളതിനാൽ ലയിച്ചിരിക്കുന്നതിനാൽ എല്ലാ ഭക്തന്മാർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എത്രമാത്രം ഉണ്ടോ അത്രമാത്രം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാന് സംബന്ധം ഉള്ളതാക്കി, അതായത് ലക്ഷ്മി ദേവിക്കും ഭഗവാനും തമ്മിലുള്ള ആ സംബന്ധത്തെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുവോ അതുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ മാത്രം ഭജിച്ചാൽ തന്നെ നമുക്ക് ഉലകത്തിലുള്ള എല്ലാം നമുക്ക് കൈവരുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മോക്ഷവും ഭഗവാൻ തരുന്നതാണ്. അങ്ങനെ മുരനെ ഹരിച്ചവനായിട്ടുള്ള ആ ഒരു ഗുരുവായൂരപ്പ, ആ ഭഗവാൻ എന്ന ശബ്ദത്തിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട്. അതിനാൽ അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ എങ്ങനെയെങ്കിലും എൻ്റെ വാതരോഗത്തെ മാറ്റി തരേണമേ എന്ന് കേണപേക്ഷിക്കുകയാണ് ഇവിടെ. അതായത് ഇവിടെ ആദ്യത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചും ഭഗവാന്റെ ആ സ്വരൂപത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. താങ്ക് യു.